സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി വഴി എത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്ന് ട്രേഡ് യൂണിയൻ ടാക്സി ഡ്രൈവേഴ്സ് നോക്കുകൂലി വാങ്ങുന്നുവെന്ന ആരോപണം ഉയരുന്നു. ഓൺലൈൻ ടാക്സി വിളിച്ചു എന്നതിൻ്റെ പേരിൽ UP സ്വദേശിയിൽ നിന്ന് നോക്കുകൂലിയായിട്ട് 1500 രൂപ വാങ്ങിയെടുത്തുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പരാതി. So that taxi driver stopped me to put my luggage in the Uber cab. They said, "Sir, I am still waiting for you since long time, and I have 1,000 people of local taxi group in Munnar. So we are only handling this part. No Uber, no Ola is allowed inside the premises." He asked me, "Give me 2,000 rupees." I said 2,000 is also too much. So I was just trying to give him some 500 rupees so that he can just give my luggage to put my Ola driver. So he said no, without 2,000 no. So I said okay, let's close it on 1,500 rupees. So he took me 1,500 rupees. I have given 1,500 rupees cash. Then he allowed guard to take my luggage back and put in the cab. You guys are the local, you guys need to think about this. If we guys are coming from far away to spend some good time here, and nature is beautiful, everybody is beautiful. If people will do like this, the people will again think to come. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമലെ, ശരിക്കും ഈ ഇങ്ങനെയുള്ള വണ്ടികൾ വിളിക്കുന്ന ഒരു ലഗേജ് കയറ്റണ്ട എന്നുള്ള നിയമങ്ങൾ നിലവിലുണ്ടോ? SKN അങ്ങനെ ഒരു നിയമവും നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ടൂറിസം മേഖലയിൽ ദേശീയവും അന്തർദേശീയവുമായ തലത്തിൽ കേരളത്തെ ബ്രാൻഡ് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സർക്കാരിന് നാണക്കേടായി ട്രേഡ് യൂണിയനുകൾ വീണ്ടും നോക്കുകൂലി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അത് നമ്മുടെ മൂന്നാർ, ആലപ്പുഴ പോലുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ടാക്സി ഡ്രൈവേഴ്സിന്റെ ട്രേഡ് യൂണിയനുകളാണ്, രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയുള്ള ട്രേഡ് യൂണിയനുകളാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിനെ ട്രിപ്പുകൾ എടുക്കാൻ അനുവദിക്കാതിരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കണ്ട UP സ്വദേശിയായ അശ്വിനി കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്നാറിലെത്തി ഒരു ഊബർ ടാക്സി ബുക്ക് ചെയ്ത് അതിലേക്ക് തന്റെ ലഗേജുകൾ എടുത്തു വെച്ചപ്പോൾ ആ ലഗേജുകൾ തിരിച്ചിറക്കി തന്റെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രാദേശികമായ ഡ്രൈവർ ഇവരോട് വിലപേശുന്നതും നോക്കുകൂലി ആവശ്യപ്പെടുന്നതും സാഹചര്യമുണ്ടായത്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ ഓൺലൈൻ ടാക്സിയുടെ കാലം തുടങ്ങിയ അന്നു മുതൽ പരമ്പരാഗതമായിട്ട് ടാക്സി ഡ്രൈവേഴ്സായി ജോലി ചെയ്യുന്നവരും ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സും തമ്മിലുള്ള തർക്കങ്ങൾ, വാക്കേറ്റങ്ങൾ ഒക്കെ ഉണ്ടാവാറുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പരമ്പരാഗത ടാക്സി ഡ്രൈവേഴ്സ് പറഞ്ഞിരുന്നത് കേരളത്തിൽ ഓൺലൈൻ ടാക്സികൾക്ക് ട്രിപ്പ് എടുക്കാൻ കഴിയില്ല, അതിനുള്ള നിയമമില്ല എന്നാണ്. അതിനെ തുടർന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇതിനുമായിട്ട് ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. അത് കേരളത്തിൽ എവിടെ നിന്നും ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിന് ട്രിപ്പ് എടുക്കാൻ സാധിക്കുമെന്നതാണ്. അതായത് ഇപ്പോൾ നടന്നിരിക്കുന്നത് നഗ്നമായ ഹൈക്കോടതി വിധിയുടെ ലംഘനം തന്നെയാണ്. ഇത് മാത്രമല്ല SKN, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിനെ കയ്യേറ്റം ചെയ്യുവാനും അവരുടെ വാഹനങ്ങളെ ആക്രമിക്കുവാനുമുള്ള ചില കാര്യങ്ങളും നടക്കുന്നതായാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും കേരളത്തിന്റെ പുറത്തുനിന്ന് വരുന്നവരെ പോലും ബുദ്ധിമുട്ടിക്കുന്ന നമ്മുടെ വിനോദസഞ്ചാര മേഖലയെ തന്നെ ആകെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് നൽകുന്ന ഇത്തരത്തിലുള്ള നടപടികൾ വെച്ച് പുറപ്പിക്കേണ്ടതല്ല. അതിൽ കർശനമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കേണ്ടതാണ്. SKN.